ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ കഴിയില്ല, അവരെ ആർക്കും പറ്റിക്കാനും കഴിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ ഒളിയമ്പുമായിട്ട് പഴയ പരിശീലകനായ ഇവാൻ ബുക്കോമാനോവിച്ച് രംഗത്ത്. കഴിഞ്ഞ ദിവസം ആശാൻ നൽകിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. പുള്ളി പറഞ്ഞു, കേരളത്തിലെ ആളുകൾ വളരെയധികം ഓണസ്റ്റ് ആയിട്ടുള്ളവരാണ്, അവരെ ആർക്കും വേഗത്തിൽ കബളിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനും കേരളത്തിലെ ആരാധകരുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളവും സ്ഥിരവുമാണ്. ഞാൻ എപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട്, കേരളത്തിനെ ഒരു രണ്ടാം വീടായി തന്നെ കാണുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് ഇനി പരിശീലകനായി പോകാൻ പോലും എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ആശാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ ആർക്കും കബളിപ്പിക്കാൻ കഴിയില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ, അതുകൊണ്ട് ഞാനും ആരാധകരും തമ്മിലുള്ള ബന്ധം വളരെ സ്മൂത്താണ് എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ആശാനെ വെറുപ്പിക്കാൻ വേണ്ടി പല കുറ്റങ്ങളും ആശാൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്ത നടപടികൾ കൂടി നമ്മൾ ഓർക്കണം. കാരണം ലൂണയെ പോലും ഇവാൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതായി എന്ന തരത്തിലൊരു ഫേക്ക് നെറേറ്റീവ് പടച്ചു വിടാനും ഇവാൻ ആശാനെ വെറുക്കപ്പെട്ടവനാക്കാനും ഇവർ നടത്തിയ നീക്കങ്ങൾ നിങ്ങളാരും അത്ര വേഗം മറന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വേറെ സാധനങ്ങളുണ്ട്. ഇവാൻ ക്ലബിന് നഷ്ടം വരുത്തി എന്ന തരത്തിലൊരു കഥ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവാന്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് ആ പൈസ എടുത്തു കൊടുത്തത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പണ്ട് ബോബോ പെരേര ഡയസ് എന്ന താരത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആരാധകരെ തെറ്റിദ്ധരിപ്പിച്ച് ഡയസിനെതിരെ വെറുപ്പ് വർദ്ധിപ്പിക്കാൻ ഇവർ എങ്ങനെയൊക്കെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. അതുപോലെ ഇവാൻ്റെ കാര്യത്തിലും ഇവർ നീക്കങ്ങൾ നടത്തി നോക്കി, പക്ഷേ നടന്നില്ല. അപ്പം ഇവാനെ വെറുപ്പിക്കാനും ഇവന്മാർ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആരാധകരും ഇവാനും തമ്മിലുള്ള സംവാദങ്ങൾ വളരെ സ്മൂത്ത് ആയതുകൊണ്ടും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടും ഇവാനെ ആരാധകർ വെറുക്കുന്നില്ല. പലപ്പോഴും ഈ ഒരു ബ്രാൻഡിനേക്കാൾ മുകളിൽ ഇവാനെ വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ മാനേജ്മെൻറ്റിൻ്റെ ഈ തെറ്റായ നീക്കങ്ങളെ കൃത്യമായിട്ടുള്ള വാക്കുകളിലൂടെ ഒളിയമ്പായിട്ട് ആശാൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ആർക്കും അത്ര വേഗം കബളിപ്പിക്കാൻ കഴിയില്ല. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിലുള്ള ബന്ധം വളരെ സ്മൂത്താണെന്ന് ആശാൻ പറയുമ്പോൾ ആശാനെയും ആരാധകരെയും തമ്മിൽ തെറ്റിക്കാനും ആശാനെ വില്ലനാക്കി ചിത്രീകരിക്കാനും ഇവന്മാർ നടത്തിയ നാടകങ്ങളെ ഇവാൻ അറിഞ്ഞോ അറിയാതെയോ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.